നിലവിലെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു 2022 ജൂലൈ 25-ന് അധികാരമേറ്റു. 3 വർഷം പൂർത്തിയാക്കിയതായി കഴിഞ്ഞ വർഷം രാഷ്ട്രപതി ഭവൻ അറിയിച്ചിരുന്നു. 5 വർഷ കാലാവധി 2027 ജൂലൈ 24-ന് അവസാനിക്കും. അതിനു മുന്നോടിയായി സോഷ്യൽ മീഡിയയിൽ പുതിയ പേരുകൾ ചർച്ചയാകുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു പേര് ജോർജ് കുര്യൻ. 1960-ൽ ജനിച്ച ജോർജ് കുര്യൻ 1980-ൽ പാർട്ടി രൂപീകരിച്ച കാലം മുതൽ BJP-യുള്ള മുതിർന്ന നേതാവാണ്. അദ്ദേഹം 3-ാം മോദി സർക്കാരിൽ 2024 ജൂണിൽ മന്ത്രിയായി ഉൾപ്പെടുത്തപ്പെട്ട നേതാവാണ്. 2024 ജൂൺ 9-ന് സത്യപ്രതിജ്ഞ ചെയ്ത് ജൂൺ 11-ന് ന്യൂനപക്ഷകാര്യ, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പുകളിൽ സഹമന്ത്രിയായി ചുമതലയേറ്റു. അദ്ദേഹം കേരളത്തിൽ നിന്നല്ല രാജ്യസഭയിലെത്തിയത്. ജ്യോതിരാദിത്യ സിന്ധ്യ ലോക്സഭയിലേക്ക് ജയിച്ച് രാജിവെച്ചപ്പോൾ ഒഴിവ് വന്ന മധ്യപ്രദേശിലെ സീറ്റിലേക്ക് 2024 ഓഗസ്റ്റ് 27-ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ശേഷിക്കുന്ന കാലാവധിയിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ്. കാലാവധി 2024 സെപ്റ്റംബർ 4 മുതൽ 2026 ജൂൺ 21 വരെ മാത്രമായിരുന്നു. ഈ കാലാവധി കഴിഞ്ഞതോടെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതായി രാഷ്ട്രപതി ഭവൻ അറിയിച്ചു. ഇപ്പോഴും കേരളത്തിൽ നിന്നുള്ള BJP-യുടെ ഏറ്റവും പ്രമുഖ ക്രിസ്ത്യൻ മുഖമായി അദ്ദേഹം തുടരുന്നു. ഇന്ത്യയിൽ ഇതുവരെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രപതി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ചരിത്രത്തിൽ 3 ക്രിസ്ത്യാനികൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട്. 3 പേരും ജയിച്ചില്ല. 1. ഡോക്ടർ PC അലക്സാണ്ടർ. കേരളത്തിന്റെ അഭിമാനം. മഹാരാഷ്ട്ര ഗവർണറായിരിക്കെ 2002 BJP നേതൃത്വത്തിലുള്ള ND ആദ്യം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച പേര്. കോൺഗ്രസ് പിന്തുണച്ചില്ല. പകരം ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ സമവായ സ്ഥാനാർത്ഥിയാക്കി. 2. ജോർജ് ഗിൽബർട്ട് സ്വെൽ. മേഘാലയയിൽ നിന്നുള്ള ഗോത്രവിഭാഗക്കാരനും ക്രിസ്ത്യാനിയുമായ മുൻ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ. 1992-ൽ കോൺഗ്രസിന്റെ ശങ്കർ ദയാൽ ശർമ്മയെ എതിർത്ത് പ്രതിപക്ഷ സ്ഥാനാർത്ഥി. BJP അദ്ദേഹത്തെ പിന്തുണച്ചു. 3. PA സപ്മ. മുൻ ലോക്സഭ സ്പീക്കർ. 2012-ൽ BJP, BJD, AIADMK പിന്തുണയോടെ മത്സരിച്ചു. കോൺഗ്രസിനെ അധികാരത്തിലേറ്റാൻ മത്സരിച്ച മെത്രാനച്ചന്മാരോട് ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്ത്യയിൽ ക്രിസ്ത്യാനിയെ രാഷ്ട്രപതിയാക്കാൻ തടസ്സം നിന്നത്, എതിർത്ത് തോൽപ്പിച്ചത് നിങ്ങൾ ഇപ്പോഴും തലയിൽ കയറ്റി നടക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയാണെന്ന് ഓർക്കണം. എന്നാൽ ക്രിസ്ത്യാനിയെ രാഷ്ട്രപതിയാക്കാൻ ശ്രമിച്ചതോ നിങ്ങൾ പരിഹസിച്ച, അപഹസിച്ച, ആട്ടിയിറക്കിയ BJP എന്ന പാർട്ടിയാണ്. കൂടാതെ വനിത, മുസ്ലിം, സിഖ്, ദളിത് വിഭാഗങ്ങളിൽ നിന്നെല്ലാം രാഷ്ട്രപതിമാരായിട്ടുണ്ട്. രാജ്യത്തെ 3ാമത്തെ വലിയ മതവിഭാഗമായ ക്രിസ്ത്യാനികൾക്ക് ആ അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല. 55 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് അതിന് ശ്രമിച്ചിട്ടില്ല എന്നതാണ് കാര്യം. 2027 ജൂലൈയിൽ രാഷ്ട്രപതി ഭവനിൽ പുതിയ അധികാരി എത്തും. സ്വതന്ത്ര ഇന്ത്യയുടെ 78 വർഷത്തിലേറെ നീണ്ട ചരിത്രത്തിൽ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രപതി ഉണ്ടായിട്ടില്ല എന്നത് ചരിത്രത്തിലെ ഒരു വിടവ് തന്നെയാണ്. ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നുമില്ല, ചർച്ചകൾ മാത്രമാണ്. എങ്കിലും അങ്ങനെ സംഭവിച്ചാൽ KR നാരായണന് ശേഷം രാഷ്ട്രപതി ഭവനിലെത്തുന്ന 2ാമത്തെ മലയാളിയായി ജോർജ് കുര്യൻ മാറും. കാത്തിരിക്കാം ആ സുവർണ നിമിഷത്തിനായി.